വറുത്ത അരിപ്പൊടി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് പഞ്ഞി പോലുള്ള വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് മാവ് ഇതേപോലെ അളന്നെടുക്കുന്നുണ്ട്. ഇനി അതിൽ നിന്ന് തന്നെ ഒരു 1/4 കപ്പ് മാവ് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കി അതിൻ്റെ കട്ടയെല്ലാം മാറ്റിയെടുക്കണം. മാവും വെള്ളവുമായിട്ട് ഇതേപോലെ നല്ലതുപോലെ യോജിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ആവിയെല്ലാം ഒന്ന് മാറിക്കിട്ടും. ഇനി വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കപ്പി കാച്ചിയത് പാത്രത്തോടുകൂടി ഇറക്കി വെച്ച് തണുപ്പിക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ച മാവ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുത്ത് കപ്പി കാച്ചിയതും ചേർത്ത് 1/4 കപ്പ് തേങ്ങയും 1 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും പാകത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുത്തത്. അത് വലിയൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. മാവ് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് ഇരട്ടിയായിട്ട് പൊങ്ങി വരും. ഇതേപോലെ തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു 4 മണിക്കൂറിന് ശേഷം ഇത് തുറക്കുമ്പോൾ ഇതേപോലെ നല്ലതുപോലെ പൊങ്ങി കിട്ടും. അത് ഒന്നുകൂടി ഒന്ന് പതുക്കെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റീമറാണെന്നുണ്ടെങ്കിൽ അതിലായാലും മതി. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കാറാകുമ്പോൾ ഇഡ്ഡലി തട്ട് തിരിച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇതേപോലെ അകത്തും സൈഡിലും എല്ലാം നെയ്യ് തൂത്ത് കൊടുത്തിട്ട് ഇഡ്ഡലി തട്ടിൻ്റെ പുറത്ത് വെച്ച് മാവ് കോരി ഒഴിച്ച് ഇതേപോലെ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ മാവ് കോരി ഒഴിച്ചതിന് ശേഷം ആവിയിൽ ഈ പാത്രത്തിൻ്റെ സൈഡിലെ മാവെല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതേപോലെ അണ്ടിപ്പരിപ്പോ ചെറിയോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയാണ് വെക്കുന്നത്. ഇതിങ്ങനെ ഒരു അലങ്കാരപ്പണി നടത്തുന്നത് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം തണുത്താൽ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടി. ഇത് കറിക്കൊപ്പം വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, ബൈ.